പാഴ്ചെലവില്ലാതെ ചോർച്ച തടയാം. കോൺക്രീറ്റിൽ ശ്രദ്ധിച്ച് ചോർച്ച തടയാം. എന്നിട്ടും വന്നാൽ കുറഞ്ഞ ചെലവിൽ പരിഹരിക്കാം. മഴക്കാലം വരുമ്പോൾ പലരുടെയും മനസ്സമാധാനത്തിന് മുകളിലാണ് വെള്ളം വീഴുക. നിസ്സാരമാക്കി തള്ളിക്കളയാവുന്ന വീടിൻ്റെ ആരോഗ്യ പ്രശ്നമല്ല ചോർച്ച. ചെറിയ കിനിവ് എന്ന് കരുതി മാറ്റിവെക്കുന്ന പ്രശ്നം വീടിൻ്റെ ബലക്കുറവിലേക്കും ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. വേനൽ മഴ പെയ്യുമ്പോൾ ചോർച്ചയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി മഴക്കാലത്തിനു മുൻപ് പരിഹരിക്കാവുന്ന മാർഗങ്ങൾ കണ്ടെത്തണം. ചോർച്ചയുണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്ത് മുകളിൽ ഷീറ്റ് ഇടുക എന്ന പരിഹാരമാണ് പലരും ആദ്യം തന്നെ തിരഞ്ഞെടുക്കുക. ചെലവ് കൂടുതലാണെന്നത് കൂടാതെ വൃത്തിയായി ചെയ്തില്ലെങ്കിൽ വീടിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തും ഇത്തരം ഡ്രസ് വർക്കുകൾ. നിർമ്മാണ സമയത്തെ ഓരോ കാര്യങ്ങളിലും കൃത്യമായി ശ്രദ്ധിച്ചാൽ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാം. എന്നിട്ടും ചോർച്ചയുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് എന്ന താരതമ്യേന ചെലവ് കുറഞ്ഞ മാർഗവുമുണ്ട്. ചോർച്ചയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയുകയാണ് ഏറ്റവും പ്രാഥമികവും പ്രധാനവുമായ ഘട്ടം. ടെറസിൽ ഇലകളും പൊടിയും കെട്ടിക്കിടന്നുണ്ടാകുന്ന തടസ്സങ്ങളാകാം ചോർച്ചയ്ക്ക് കാരണം. ടെറസിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടുക, പൈപ്പിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക, പായൽ മാറ്റി ടെറസ് വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ മഴക്കാലത്തിന് മുൻപ് ചെയ്തിരിക്കണം. ഈയൊരു ശ്രദ്ധ മിക്കപ്പോഴും വലിയ പണനഷ്ടത്തിൽ നിന്ന് സംരക്ഷിക്കാറുണ്ട്. വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളിലെ ലീക്ക് പലപ്പോഴും ചോർച്ചയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. തീയിൽ ലീക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ബാത്റൂം ടൈലിനിടയിലൂടെ വെള്ളം ഇറങ്ങുന്നതോ പൈപ്പിലെ ചോർച്ചയോ ആകാം. ബാത്റൂം ടൈലിനിടയിലൂടെ വെള്ളമിറങ്ങി ഉണ്ടാക്കുന്ന ലീക്ക് സാധാരണമാണ്. നിർമ്മാണ സമയത്ത് ബാത്റൂമിൻ്റെ ഭിത്തിയും നിലവും തേക്കുമ്പോൾ വാട്ടർ പ്രൂഫിംഗ് ഏജന്റ് ചേർക്കുകയാണ് ഈ ചോർച്ച ഒഴിവാക്കാൻ ചെയ്യേണ്ടത്. അതിനു മുകളിൽ വേണം ടൈൽ ഒട്ടിക്കാൻ. കോൺക്രീറ്റിനു പകരം പശ ഉപയോഗിച്ച് ടൈൽ ഒട്ടിക്കുന്നതും ഇടയിലൂടെ വെള്ളമിറങ്ങുന്നതും തടയും. ചോർച്ചയുടെ മൂലകാരണം തുടങ്ങുന്നത് വാർപ്പിൻ്റെ സമയത്താണ്. വാർക്കാനുള്ള കോൺക്രീറ്റിൻ്റെ അനുപാതത്തിൽ വീഴ്ച വരുത്തുന്നത് ചോർച്ചയ്ക്കു കാരണമാകാം. കോൺക്രീറ്റ് മിശ്രിതത്തിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതാണ് മറ്റൊരു കാരണം. നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരക്കുറവ്, തട്ടടിക്കുന്നതിൻ്റെ അപാകതകൾ ഇതെല്ലാം ചോർച്ചയുടെ മറ്റു കാരണങ്ങളാണ്. കോൺക്രീറ്റിനിടയിൽ വായു അറകൾ ഉണ്ടാകുന്നത് ചോർച്ചയ്ക്കു കാരണമാകാം. കോൺക്രീറ്റ് ശരിയായ രീതിയിൽ കുത്തിയിളക്കാത്തതാണ് അതിനു കാരണം. കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രം ഉപയോഗിച്ചാൽ കോൺക്രീറ്റ് നന്നായി ഇളകാത്ത പ്രശ്നം വരില്ല. ഇതെല്ലാം വാർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ശരിയായി നനയ്ക്കാത്തത് ചോർച്ചയ്ക്ക് ഇടവരുത്താം. സിമെൻറ്റ് സെറ്റാകാൻ വെള്ളം അത്യാവശ്യമാണ്. ആദ്യത്തെ 7 മുതൽ 12 ദിവസം വരെ നന്നായി നനയ്ക്കാം. ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ വെള്ളം കെട്ടി നിർത്തണം. ഒരു ദിവസം നനയ്ക്കുകയും പിറ്റേന്ന് നനയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് വിപരീത ഫലം ചെയ്യും. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ ചോർച്ച വരാതെ സൂക്ഷിക്കാം.